ഹലോ ഗായ്സ്, നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ ഉപ്പുവെള്ളം എടുത്തിട്ട് ആ ഉപ്പുവെള്ളം കൊണ്ട് ഉപ്പ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, ഉണ്ടാവൂല്ലേ നമുക്ക് കണ്ടറിയാം. നമ്മൾ ബീച്ചിലെത്തി. കണ്ണിലേക്ക് വെയിലടിക്കും, കണ്ണ് തുറക്കാൻ കഴിയില്ല ഗായ്സ്. നമ്മളിവിടെ ആരും ഉണ്ടാവില്ല എന്ന് വെച്ച് വന്നാണ്, പക്ഷെ ഇവിടെ SPCന്റെ കുറെ ആൾക്കാരുണ്ട്. ഒരു നീല അല്ല റെഡ്, ഇതെന്താ ആ റെഡ് ഫ്ലാഗ് എന്തിനാ വെച്ച് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. നല്ല തിരമാലയൊക്കെ കാണുന്നുണ്ട്. ആ വെള്ളമാണ് നമ്മൾ കോരിയിട്ട് അത് വറ്റി ചുപ്പാക്കുന്നത്. ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടാണ് ഗൈസ്. ഒരു നാട്ടിൽ ഇങ്ങനെ കടലാണ്, അതിൻ്റെ ഇങ്ങനത്തെ മണലൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതിൽ മണലിന് പകരം ഉപ്പ നിറച്ച് കുറേ ഉപ്പുണ്ടാവും. ഓരോ വീട്ടിലൊക്കെ ഉപ്പ് തരുന്നാൽ ഇവിടെ വന്നിട്ട് കോരുക ഉണ്ടാവും. അത്രേ പണിയുള്ളൂ. ഓനക്കൊക്കെ എന്ത് സുഖാലേ. ഒരു മിനിറ്റിൽ എത്ര തിരമാല അടിക്കും നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ്. ഇതിൻ്റെ അകത്താണ് നിറയ്ക്കാൻ പോകുന്നത്, ഇതിനെ കൊണ്ടാണ് കോരാൻ പോകുന്നത്. അപ്പോൾ അവൾ പോയി കോരാ. വായോ നമ്മള് കുറെ കഷ്ടപ്പാടിനുള്ളിൽ ഇത്രയും ലിറ്റർ വെള്ളം നമ്മൾ ഇതാക്കി. ഇതിലെത്ര ലിറ്റർ ഉണ്ട് എനിക്കറിയില്ല, എന്തായാലും കുറെ ലിറ്റർ കിട്ടി ഗ്യാസ്. ഇതിനെ കൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഉപ്പുണ്ടാക്കാൻ പോകുന്നത് ഗായ്സ്. നല്ല കഷ്ടപ്പാടുണ്ട് ഗായ്സ്, ഞാൻ കഴിഞ്ഞു പോയി. ഈ വേറൊരു ടിസ്റ്റ് എന്താ വിചാരിച്ചാൽ, നമ്മളെ ഇങ്ങനെ വെള്ളം വന്നില്ലായിരുന്നു. ഞാൻ കോരുമ്പോൾ ഇങ്ങനെ വെള്ളം വന്ന്, അപ്പോൾ ഞാൻ കടലിൻ്റെ നടുക്കെത്തിയ ഫീല് ഭയങ്കര ഇതെഞ്ച് വട്ടം വരെ ടൗസറിൻ്റെ അവിടെ വരെ കയറി. ഞാൻ മേടിച്ചേ നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മളൊരു 100K എങ്കിലും തരണേ. ഒഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു കരിക്ക് കുടിക്കാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിന്. അപ്പം കരിക്കിന് നല്ല വെള്ളത്തിന് നല്ല ടേസ്റ്റുണ്ട്, കറമ്പിന് നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റാണ്. കുടിച്ചിട്ടും തീരാതായി, നക്കിയിട്ടും പോരാതായി. ബട്ടറോഡ് ബീച്ചിൽ നിന്ന് കാരപ്പറമ്പിലേക്ക് പോകുന്ന റൂട്ടിലാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് വെള്ളമൊക്കെ കോരി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഒഴിച്ചിങ്ങനെ വറ്റിച്ച് എരുവളേക്ക് കുറേ ടൈമൊക്കെ ആകും ഗൈസ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ക്ലിയർ വാട്ടർ വരുന്നുണ്ട് ഗൈസ്. പിന്നെ നല്ല പുകയുണ്ട് ഗൈസ്. ഇത് ആ അടുപ്പിൽ നല്ലോണം കത്തായിട്ട് നമ്മൾ ഈ അടുപ്പിലേക്ക് മാറ്റി. ഓടാ ഇന്നോട് കളിക്കാൻ ഉണക്കപ്പൂട്ടെ. ഇത് നാളെ രാവിലെ ആവുമോ അവന്, അല്ലെങ്കിൽ ഇപ്പം അടുത്താവുമോ അവന്? കണ്ണിലേക്ക് പോയി പുക അടിച്ചിട്ട് ഞാൻ കണ്ണടക്കാണ് ഗൈസ്. അടുത്തൊക്കെ ഇവന് ഈ പുകയൊന്നും കൊണ്ടിട്ട് ഒന്നും സംഭവിക്കില്ല. എന്താ ദേവൻ സൂപ്പർ ഹീറോ. ഇത് കണ്ണുക്ക് എന്റെ കണ്ണ് ഒന്നും സംഭവിക്കില്ല. ഇവനെന്താ സൂപ്പർ ഹീറോ. ഗൈസ് ഇത് കത്തിച്ച് ഞാൻ കൊയങ്ങി. ഇത് കത്തായിട്ട് എൻ്റെ ടീംസൊക്കെ വന്നിട്ട് ഇതാ
ഇത് കാശി, ഇത് റബി. വറ്റി വന്നിട്ട് ഉപ്പൊന്നും വരുന്നില്ലല്ലോ. ഉപ്പ് വരാണ്ടാവോ? കഷ്ടപ്പാടൊക്കെ. ആദ്യമൊരു സംശയമായി ഉപ്പൊക്കെ വരുമോന്ന് ഒരു പേടി. പിന്നെ 3-4 മണിക്കൂറൊക്കെ ആയപ്പോൾ ഉപ്പ് അടിയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം എനിക്കൊരു സമാധാനമായി. കുറച്ച് ക്ഷമയുള്ളവർക്ക് ഉപ്പ് ഉണ്ടാക്കലൊക്കെ നടക്കുള്ളൂ കേട്ടോ. എനിക്ക് നല്ല ക്ഷമ ഉണ്ട്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമുക്ക് ഈ ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുങ്ങനെ വീട്ടിൽ നിന്ന് കോരി തിന്നുണ്ട്. കറക്റ്റ് ഉപ്പ്, കല്ലുപ്പിൻ്റെ ടേസ്റ്റ് ആവശ്യം. എന്നാലും കാണാൻ വലിയ മെനയൊന്നുമില്ലെങ്കിലും നല്ല ഉപ്പാണ്. ചെറിയ കറക്റ്റ് ഉപ്പ് തന്നെ. നിങ്ങൾ ശരിക്കും നോക്കി നോക്കുന്നത്, ശരിക്കും കാണിച്ചെടുത്ത് വെള്ള കളറ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൈവേനയൊക്കെ ഇടാൻ എങ്ങനെയാണോ കറക്റ്റ് ഉപ്പ്. എൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗാണ്. 4 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉപ്പ് ഇങ്ങനെ ആയി വന്ന്. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ